ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. എല്ലാവർക്കും വിഷു ആ വെരി മെരി ക്രിസ്മസ്. എല്ലാവരും ക്രിസ്മസിൻ്റെ നല്ല തിരക്കിലായിരിക്കും. ഒത്തിരി കേക്ക് ഉണ്ടാക്കാനും ക്രിസ്മസ് ട്രീ ഡെക്കറേഷനൊക്കെ എല്ലാവരും കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും എല്ലാവരും വീട്ടിൽ കുറേ ഗസ്റ്റ് വരുമോ അങ്ങനെയുള്ള എല്ലാവരും നല്ല തിരക്കിലായിരിക്കും. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇന്നൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് കുറച്ച് നാളുകളായിട്ടൊരു ട്രെൻഡായിട്ടിരിക്കുന്നതാണ് ഓർഗൻസ സാരീസ്. ഓർഗൻസ സാരീസിൽ പലതരം വർക്ക് നമ്മൾ ചെയ്യുന്നുണ്ട്. അതിലത്തെ ഒരു ട്രെൻഡാണ് ഓർഗൻസ സാരിയിൽ നമ്മൾ ആപ്ലിക്യൂ വർക്ക് ചെയ്യുക, എന്നിട്ട് അതിന് ചുറ്റും മെഷീൻ എംബ്രോയ്ഡറി ചെയ്തിട്ട് എന്നിട്ട് കട്ട് ബീഡ്സോ അല്ലെങ്കിൽ സീക്വൻസോ ഒക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതും ഒത്തിരി ബ്രൈറ്റ് കളർ സീക്വൻസും കട്ട് ബീഡ്സും അല്ല, ആ ഒരു കളറിന് ആയിട്ട് തന്നെയുള്ള വളരെ പാസ്റ്റൽ ഷെയ്ഡ്സ് തന്നെയുള്ള കട്ട് ബീഡ്സ്, അല്ലെങ്കിൽ ഏത് കളർ ആപ്ലിക്യൂ വർക്കാണ് ചെയ്യുന്നത് അതിനോട് യോജിച്ച് ആ സെയിം എക്സാക്ട് കളറിലുള്ള കട്ട് ബീഡ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ബ്രൈഡൽ സാരീസിലൊക്കെ അല്ലെങ്കിൽ ലെഹങ്കയിൽ എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്ത് കാണുന്നുണ്ട് നല്ല ഓർഗൻസ മെറ്റീരിയൽ ഇതൊരു ആപ്ലിക്യൂ വർക്ക് ചെയ്ത്. അങ്ങനത്തെ ഒരു ആപ്ലിക്യൂ വർക്ക് നമ്മൾ സിമ്പിളായിട്ട്, ഒത്തിരി ഹെവി ആയിട്ടല്ല, സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആസ് എ ബിഗിനർ ആണെങ്കിൽ ഇത് ട്രൈ ചെയ്യാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ബിഗിനേഴ്സിന് അതൊന്നും മാനേജ് ചെയ്യാൻ, ആ മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്യാവശ്യം ഇത് സ്റ്റിച്ചിങ് ആയിട്ട് യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു ഫാബ്രിക്കിൽ ആപ്ലിക്യൂ വർക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു മെറ്റീരിയൽ ഹാൻഡിൽ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ട്യൂബ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ത്രെഡ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് ആപ്ലിക്യൂ വർക്ക് വേറൊരു ക്ലോത്തും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓർഗൻസയിൽ ആപ്ലിക്യൂ വർക്ക് ചെയ്യുമ്പം ഓർഗൻസ മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ അകത്ത് ആപ്ലിക്യൂ വർക്കിനായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. രണ്ടും സെയിം മെറ്റീരിയൽ ആയിരിക്കും. ഓർഗൻസ സാരിയിൽ ഓർഗൻസ മെറ്റീരിയൽ തന്നെ ആയിരിക്കും, വേറൊരു കളർ മെറ്റീരിയൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിൻ്റെ ട്രിക്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കണ്ടു നോക്കാം. അപ്പോൾ ഇത് എൻഡ് വരെ എല്ലാവരും സൂക്ഷിച്ച് ഇരുന്ന് അതിൻ്റെ അകത്ത് ഇടയ്ക്ക് പറയുന്ന ടിപ്സും എല്ലാം നോക്കി കണ്ട് വേണം നിങ്ങളും ട്രൈ ചെയ്യാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ സാരിയുടെ കളർ പറയുകയാണെങ്കിൽ ഫ്ലഷ് പിങ്ക് കളർ അല്ലെങ്കിൽ ലൈറ്റ് ഒണിയൻ പിങ്ക്, ആ ഒരു ഷെയ്ഡാണ് ഇത്. ഫ്ലഷ് പിങ്ക് എന്നും പറയും. ആ ഒരു കളറാണ് സാരി, ഓർഗൻസ സാരി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഡിസൈൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു സൺഫ്ലവർ പാറ്റേൺ ആണ്. പറയാം, ഈ ഒരു പാറ്റേൺ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഫ്ലവേഴ്സ്, ഒത്തിരി വലിയ ഫ്ലവർ പാറ്റേൺ ആണ് ഇത് മുഴുവൻ. ഇത് നിങ്ങൾക്ക് ഇതിൽ സ്ക്രീനിൽ കാണിക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് വലിയ ഡിസൈനാണ്. ഇതിൻ്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ ഇങ്ങനെ പല ലെയറായിട്ടാണ്, താഴെ കുറച്ച് ഫ്ലവേഴ്സ്, മേളിൽ കുറച്ച് ഫ്ലവേഴ്സ്, അങ്ങനെ പല ലെയറായിട്ടാണ് ഇത് പോകുന്നത്. ഇതിൻ്റെ ഒരു ലെങ്ത്ത്, ഡിസൈൻ്റെ ലെങ്ത്ത് പറയുകയാണെങ്കിൽ 23 ഇഞ്ചസ് ആണ് ലെങ്ത്ത്. എന്ന് വെച്ചാൽ അടിയിൽ നിന്ന് ഇങ്ങനെ ഇതുപോലെ സ്റ്റെം വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കും ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ്റെ അകത്ത് ഈ ഒരു രീതിയിൽ നമുക്ക് 7 ഫ്ലവേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഡിസൈൻ്റെ ഹൈറ്റ് 23 ഇഞ്ചസ് ആണ്. പിന്നെ വിഡ്ത്ത് അതുപോലെ തന്നെ 18 ഇഞ്ചസ് ആണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഡിസൈൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഈ സാരിയിൽ ഞാൻ ഓൾറെഡി ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് അടിയിൽ ഡിസൈൻ വെച്ചാൽ നമുക്ക് സുഖമായിട്ട് കാണാം. ഈ ഒരു യെല്ലോ കളർ ഇത്ര ബ്രൈറ്റ് യെല്ലോ അല്ല, വീഡിയോയിൽ കാണുന്ന അത്ര ബ്രൈറ്റ് അല്ല കേട്ടോ യെല്ലോ. നല്ലൊരു യെല്ലോ ഷെയ്ഡാണ്. ആ യെല്ലോ ഷെയ്ഡ് യൂസ് ചെയ്താണ് നമ്മൾ സൺഫ്ലവറിന് ആപ്ലിക്യൂ വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാദ്യം ഇതിൻ്റെ അകത്തോട്ട്, ഈ ഒരു മെറ്റീരിയലിലോട്ട് നമുക്ക് ആവശ്യമുള്ള ഈ ഒരു ഫ്ലവർ പാറ്റേൺ നമ്മൾ വരച്ചെടുക്കണം. ഇപ്പോൾ നമുക്ക് ഏത് ഫ്ലവർ പാറ്റേണാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് വരയ്ക്കുക. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഞാൻ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട് ഒരേ സൺഫ്ലവേഴ്സിന്. അത് മാറിപ്പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയണമല്ലോ ഏത് സൺഫ്ലവറാണ് നമ്മൾ വരച്ചെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോന്നിനും നമ്പർ ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഡിസൈൻ്റെ മേളിലോട്ട് ഈ ആപ്ലിക്യൂ വർക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ ഞാനിങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ട് നല്ലോണം നമുക്ക് കാണാം. പിന്നെ നല്ലൊരു പെൻസിൽ, ഇത് ഇങ്ങനെ
ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് ഇങ്ങനെ ഒഴുകി ഒഴുകി പോകും. നമ്മൾ വരയ്ക്കുമ്പോൾ ഇത് ഇങ്ങോട്ടേക്ക് വരും, അങ്ങോട്ട് പോകും, അങ്ങോട്ടേക്ക് നമ്മൾ പെൻസിൽ സ്ട്രെച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോകും. മെറ്റീരിയൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി പോകുന്ന കാരണം നമ്മൾ നല്ല ഒന്നെങ്കിൽ ഫ്രെയിമിൽ ഇട്ടിട്ട് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ നമ്മൾ നല്ലോണം കൈകൊണ്ട്, ഇതിപ്പോൾ കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് കൈകൊണ്ട് തന്നെ ഞാനിങ്ങനെ വലിച്ചു പിടിച്ചിട്ടാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒത്തിരി ഡാർക്കായിട്ട് വരയ്ക്കണം എന്നില്ല, ഇതുപോലെ ഞാൻ വരയ്ക്കാൻ. അതിൻ്റെ അകത്ത് നടുക്ക് ഞാൻ 5 തന്നെ എഴുതുക, എനിക്ക് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഏത് ഡിസൈൻ, വെട്ടിക്കഴിയുമ്പോൾ അത് ഏത് പാറ്റേൺ അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ 5 തന്നെ എഴുതിയിട്ടാണ് ഡിസൈൻ വരയ്ക്കുന്നത്. ഇതിപ്പം ഞാൻ നിങ്ങൾ ഓർക്കും എന്തിനാണ് വെട്ടാനുള്ള സാധനത്തിൻ്റെ ഉള്ളിൽ കൂടെ എന്തിനാണ് വരയ്ക്കണേന്ന്. അതിന് നമ്മൾ വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് തയ്ക്കാൻ വേണ്ടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിൽ കൂടെയും പെറ്റൽസിൻ്റെ ഉള്ളിലത്തെ ഭാഗവും ഞാൻ വരയ്ക്കുന്നത്. ഇതുപോലെ നമുക്ക് ഡിസൈൻ വരച്ചെടുക്കണം. ഇത് ഞാനിപ്പോൾ കൈ പൊക്കി, അപ്പോൾ ഇതും പൊങ്ങി വന്നു, ഇത് പൊങ്ങി വന്നു. ഇനി ഞാൻ കൈ വയ്ക്കുമ്പോൾ ചിലപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഈ തുണി ഇരിക്കണം എന്നില്ല, ഇത് തെന്നി മാറിപ്പോകും. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഫ്രെയിമിൽ വെച്ചിട്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പം ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫ്രെയിം ഇട്ടില്ല. നിങ്ങൾ വരയ്ക്കുമ്പം ഫ്രെയിം ഇട്ടിട്ട് അതിൻ്റെ അടിയിൽ തുണിയുടെ അതിൻ്റെ അടിയിൽ ഡിസൈൻ വെച്ചിട്ട് വരയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ പിന്നെ തെന്നി പോകുന്ന ആ ഒരു പരിപാടി ഉണ്ടാവില്ല. ഇതിപ്പോൾ കുഞ്ഞ് പാറ്റേൺ ആയതുകൊണ്ട്, വലിയ പാറ്റേൺ ആണെങ്കിൽ ഫ്രെയിമിൻ്റെ അടിയിൽ വെച്ച് വരയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു ഫ്ലവർ പാറ്റേൺ വരച്ചിട്ടുണ്ട്, ഇതിൻ്റെ അകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി സിസേഴ്സ് വെച്ചിട്ട് നല്ല ഈ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡിസൈനാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ കട്ട് ചെയ്ത് ഡിസൈനാണ് ഈ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ. ഇത് 5 ആണ്, ഇതിൻ്റെ അകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, 5 എന്ന് എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ വയ്യേ. അപ്പം അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത്. ഇത് നമുക്ക് ഇതിലോട്ട് സ്റ്റിക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്യാൻ നേരത്ത് ഇതും ട്രാൻസ്പെറൻറ്റാണ്, അതുപോലെ തന്നെ നമ്മൾ ഒട്ടിക്കുന്ന ഈ ഒരു മെറ്റീരിയലും ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കണേന്ന് വെച്ചോ, നമ്മൾ ഇതിൻ്റെ അകത്ത് ഒട്ടിക്കുമ്പം ഇവിടെ നമ്മൾ എവിടെയൊക്കെ ഗ്ലൂ തേക്കുന്നോ അതിൻ്റെ മേലിൽ കൂടെ ഗ്ലൂ പുറത്തോട്ട് വന്നിട്ട് ആ ട്രാൻസ്പെറൻറ്റ് ആ ഒരു കളറ്, ഗ്ലൂവിൻ്റെ കളറ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് ഗ്ലൂ തേക്കാൻ നേരത്ത് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഗ്ലൂ തേക്കാൻ നേരത്ത് ആ എഡ്ജസിൽ കൂടെ മാത്രമാണ് ഗ്ലൂ വയ്ക്കാമുള്ളൂ, അതിൻ്റെ ഉള്ളിലോട്ടും വരാൻ പാടില്ല. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ്, ഈ സെൻറ്ററിൽ സൺഫ്ലവറിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഫ്രഞ്ച് നോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ എത്ര ഗം തേച്ചാലും കുഴപ്പമില്ല, അതിൻ്റെ മുമ്പ് മേളിൽ ത്രെഡ് വർക്ക് വന്നായിരുന്നു. പക്ഷേ ഈ പെറ്റൽസിൻ്റെ ഉള്ളിൽ ഗം വരാൻ പാടില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ വർക്കൊന്നുമില്ല, സൈഡ് വഴി മാത്രം കട്ട് ബീഡ്സ് പോണേ ഉള്ളൂ. അപ്പം നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാൻ നേരത്ത് അത്രയും കെയർഫുള്ളായിട്ട് വേണം ഗ്ലൂ തേക്കാനും അതുപോലെ തന്നെ ഒട്ടിക്കാനും. അത് ഫാബ്രിക് ഗ്ലൂ ആണ്, നമ്മൾ സാധാ ഫാബ്രിക് ഗ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഫ്രെയിം ഇട്ടിട്ടാണ് ഗ്ലൂ ഒട്ടിക്കുന്നത്, അല്ലെങ്കിൽ ബാക്കിയത്തെ പോർഷനിലോട്ട്. ഇതിപ്പോൾ ഒരു കുഞ്ഞ് ഡിസൈൻ ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. വലിയ ഡിസൈൻ ആണെങ്കിൽ ഇങ്ങനെ ഓരോരോ ഫ്രെയിം ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പം ഇടയ്ക്കിടയ്ക്ക് ഫ്ലവർ പാറ്റേൺ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ നല്ല ടൈറ്റായിട്ട് തന്നെ നമ്മുടെ ഫ്രെയിം ഇട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ, ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ നമുക്ക് ഗ്ലൂ തേക്കാം. ഇതിൻ്റെ സെൻറ്റർ പോയിൻറ്റിൽ മാത്രം ഞാനിങ്ങനെ ഗ്ലൂ തേക്കുന്നത് കേട്ടോ, പുറത്തോട്ട് വരരുത്. സെൻറ്റർ പോയിൻറ്റിൽ തേച്ചിട്ട് ഞാൻ ആ ഫ്ലവർ ഒട്ടിക്കാൻ നോക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ വരച്ചതും ഇതുമായിട്ട് ഒത്തിരി വ്യത്യാസമുണ്ട്. ഈ തുണി ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുമ്പോൾ വേറെ പാറ്റേണിലോട്ട് പോകും, വേറെ ഡിസൈൻ എന്ന് വെച്ചാൽ സൈസ് വരും. സ്ട്രെച്ച് ചെയ്യാണ്ട് വെറുതെ വിട്ടാൽ വേറെ ഇതിലാണ് ഈ ഫ്ലവറിൻ്റെ ഇത് വരുന്നത്. അത് ഈ ഒരു മെറ്റീരിയലിൻ്റെ കുഴപ്പമാണ്. നമുക്ക് ഇത്തിരി, അതാ ഞാൻ പറഞ്ഞ ബിഗിനേഴ്സാണെങ്കിൽ അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് ഒരു സ്ഥലത്താണ് ഞാൻ ഒട്ടിക്കുന്നത്, നോക്കുന്നില്ല, താഴെ വരച്ചേക്കുന്ന ഇത് നമ്മൾ നോക്കുന്നില്ല കേട്ടോ. നമുക്ക് ഇഷ്ടം പോലെ ഒരു സ്ഥലത്ത് നമ്മൾ ഒട്ടിച്ചു.
ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ ഒട്ടിച്ചിട്ട് ഈ ഗം ഇതിലേ കൂടിയാണ് പോയെന്ന് ശരിക്കും വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഇത് ഉണങ്ങിക്കഴിഞ്ഞാലും ഈ ഗം ഉണങ്ങിക്കഴിഞ്ഞാലും ഇതുപോലെയുള്ള മാർക്ക് നമുക്ക് കാണാം. വൈറ്റ് കളർ മാർക്കായിരിക്കില്ല, പക്ഷേ ഇത് ഒരു ട്രാൻസ്പെറൻറ്റ് കളർ നമുക്കിതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റും. അത് ഭയങ്കര വൃത്തികേടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി ഈ പെറ്റൽസിൻ്റെ സൈഡ് ഒട്ടിക്കാൻ നേരത്തെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതിൻ്റെ പുറത്തേക്കൂടെയാണ് ഈ കളേഴ്സ് വരച്ചേക്കുന്നതെല്ലാം വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാ ഇറേസർ വെച്ചിട്ട് മാറ്റാൽ മതി. ഓർഗൻസയിൽ വരച്ചിട്ടുണ്ടെങ്കിലും ഓർഗൻറ്റി മെറ്റീരിയലിലൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനത്തെ സ്മൂത്ത് സർഫസ് ഉള്ള മെറ്റീരിയലിലൊക്കെ നമ്മൾ പെൻസിൽ വെച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ റബ്ബ് ചെയ്യാൻ ഏറ്റവും നല്ലത് നമ്മുടെ സാധാ ഇറേസർ വെച്ചിട്ട് റബ്ബ് ചെയ്താൽ മതി. ഈ മാർക്സ് എല്ലാം പൊക്കോളും. അത് ഓർത്ത് പേടിക്കണ്ട കേട്ടോ. അപ്പം ഇന്ന പോയിന്റിൽ ഞാൻ വരച്ച പൊസിഷനിൽ എനിക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല എന്നോർത്ത് ആരും സങ്കടപ്പെടേണ്ട. നമുക്കിങ്ങനെ ചെയ്ത് വെച്ചാൽ മതി. ഇനി ഗം എടുത്ത് ഇതിൻ്റെ എല്ലാത്തിനും ടിപ്പിൽ കൂടെ ഈ സൈഡിൽ കൂടെ മാത്രം ഒന്ന് തൂത്ത് കൊടുത്ത് ഒട്ടിക്കുക. അല്ലെങ്കിൽ ഉള്ളിലോട്ട് വരാൻ പാടില്ല. ഈ സൈഡിൽ കൂടെ നമ്മുടെ വർക്ക് വരുന്നുണ്ട്. അപ്പോൾ സൈഡിൽ കൂടെ മാത്രമാണ് ഗം വരാമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇത് പയ്യെ ഇപ്പോൾ താഴെ ഒട്ടിയല്ലോ. അപ്പോൾ ഈ സൈഡ് മാത്രം സൂക്ഷിച്ച് കുറച്ച് മാത്രമായിട്ട് ഇത് ചെയ്യുക, ഗം തേക്കുക കേട്ടോ. വളരെ സൂക്ഷിച്ച് വേണം തേക്കാനായിട്ട്, അല്ലെങ്കിൽ ഒത്തിരിയായ വൃത്തികേടാകും. വളരെ സൂക്ഷിച്ച് ഉള്ളിലോട്ടാക്കാതെ സൈഡ് വഴി മാത്രമാക്കി ചെയ്യുക. ഇതിപ്പം ഇങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ലൈറ്റായിട്ട് പുറത്ത് പോയാലും കുഴപ്പമില്ല. അവിടെ നമുക്ക് ഇത് വർക്ക് വരുന്ന കാരണം വലിയ കുഴപ്പം വരുന്നില്ല. ഈ സൈഡ് വഴി മാത്രം തേക്കുക. ഇതുപോലെ ബാക്കിയത്തെ എല്ലാ പെറ്റൽസും ഇതുപോലെ സൈഡ് വഴി മാത്രം വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കാൻ വെക്കണം. ഡ്രൈ ആവാനൊരു കുറച്ച് സമയം എടുക്കും ഡ്രൈ ആവാൻ. നമ്മൾ എന്തോരം എമൗണ്ടാണ് ഗം ഇതിൻ്റെ അകത്ത് തേക്കുന്നതും പ്ലസ് ഇതിൻ്റെ മെറ്റീരിയൽ, ഇത് ഓർഗൻസ മെറ്റീരിയൽ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ചെയ്യും. ഫാനിൻ്റെ അടിയിൽ വെച്ചാൽ 1 മണിക്കൂർ പോലും വേണ്ട, അതിന് മുമ്പേ അത് ഉണങ്ങി കിട്ടും നമുക്ക്. അപ്പോൾ അങ്ങനെ തേച്ച് വെച്ച വേറൊരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം. ഇത് മുഴുവൻ തേച്ച് വരുമ്പോൾ നമുക്ക് സമയം എടുക്കും. അതുകൊണ്ടാണ് അങ്ങനെ തേച്ച് വെച്ചിരിക്കുന്ന ഗം തേച്ച് ഉണങ്ങിയ ഡിസൈൻ നമുക്ക് കാണിക്കും. അപ്പോൾ അങ്ങനെ നേരത്തെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഫ്ലവറാണ് ഇത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രഞ്ച് നോട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ട്യൂബ്സ് ഫിക്സ് ചെയ്യാം. ഇപ്പോൾ ഫ്രഞ്ച് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, കോഡ് നമ്പർ 352 3 സ്ട്രാൻഡ്സ് യൂസ് ചെയ്തിട്ടാണ്. ഇതുപോലെ ത്രെഡ് വലിച്ചു പിടിക്കുക, ഒന്ന് ടേൺ ചെയ്യുക, 1 or 2 ടേൺ ചെയ്യാം. ഞാൻ ഒത്തിരി പ്രൊജക്ഷൻ വേണ്ടാത്തതുകൊണ്ട് ഒരു വട്ടം ടേൺ ചെയ്തിട്ട് നമ്മൾ കുത്തിയെടുത്തതിൻ്റെ അവിടെ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഇങ്ങനെ താത്തുക. ഇങ്ങനെയാണ് ഫ്രഞ്ച് നോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ താത്തുക. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആദ്യം തന്നെ ആ ഷേപ്പ് ഫോം ചെയ്തെടുത്തിട്ട് പിന്നെ ഫില്ല് ചെയ്യാം ഉള്ളിലോട്ട്. അപ്പോൾ വീണ്ടും തൊട്ടടുത്ത് തന്നെ കുത്തി എന്നിട്ട് ഇതുപോലെ താത്തണം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുള്ളും ഫോം ചെയ്ത് വേഗം ചെയ്യണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, എല്ലാവർക്കും ആയിട്ട് ചെയ്യുന്നവർക്ക് ഇത് ത്രെഡ് ഹാൻഡിൽ ചെയ്യുക, ഫ്രെയിം പിടിക്കുക, ത്രെഡ് ചെയ്യുക, വലിച്ചു പിടിക്കുക, അത് ബുദ്ധിമുട്ടാകും. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് ഫ്രെയിം ഹാൻഡിൽ ചെയ്യാൻ ഞാൻ പറഞ്ഞു തരാം. ഇതുപോലെ ഒരു കൈ കൊണ്ട് ഫ്രെയിം ഇങ്ങനെ പിടിച്ചിട്ട്, ഇപ്പോൾ ടേബിളിൽ വെച്ചോ ചെയ്യണേ എന്നുണ്ടെങ്കിൽ ഫ്രെയിം ഇതുപോലെ ഒരു കൈ കൊണ്ട് പിടിക്കുക. ഈ 2 വിരലും കൊണ്ട് ഞാൻ ഫ്രെയിം പിടിക്കുക, താഴെ ഫ്രെയിം പൊക്കി പിടിക്കുന്നു. എന്നിട്ട് ഫ്രെയിമിൻ്റെ ഇവിടെ ഇങ്ങനെ ഈ 2 ഫിംഗേഴ്സ് വയ്ക്കുന്നു. തം ഫിംഗർ ഇങ്ങനെ നീട്ടി പിടിച്ചേക്കുക. അപ്പം ഇനി ത്രെഡ് വരുമ്പോൾ ഇതുപോലെ വലിച്ചു പിടിക്കുന്നു ഇങ്ങനെ. മറ്റേ ഒരു ഫിംഗറിലോ ഈ 2 ഫിംഗർ കൊണ്ടാണ് ഫ്രെയിം പൊക്കി പിടിച്ചേക്കുന്നത്. ഈ 3 ഫിംഗർ ത്രെഡിൽ പിടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ചുറ്റുന്നു, എന്നിട്ട് താത്തുന്നു. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഈ ഒരു ഷേപ്പിൽ, ഓവൽ ഷേപ്പിൽ ഫ്രഞ്ച് നോട്ട് ചെയ്തെടുക്കുക. അപ്പം ഞാൻ മുഴുവനും ഫ്രഞ്ച് നോട്ട് ചെയ്തിട്ടില്ല, മുഴുവനും ചെയ്ത് അവസാനം കാണിക്കാം. ഞാനിപ്പം പെറ്റൽസ് ചെയ്തൊന്ന് കാണിക്കാം.
ആദ്യം തന്നെ പെറ്റൽസ് തയ്ക്കാനായിട്ടുള്ള തിന്നായിട്ടുള്ള നീഡിലെടുക്കുക. 2 സ്ട്രാൻഡ്സ് ഞാൻ നീഡിൽ കോർത്തിട്ടുണ്ട്. ഒരു യെല്ലോ ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെല്ലോ ത്രെഡിൻ്റെ കളർ കോഡ് 288 ആണ്. പിന്നെ നമ്മൾ ഇതുപോലെ ഈ ട്യൂബ്സ് എല്ലാം ഒരു കുഞ്ഞ് പ്ലേറ്റിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു പെറ്റലാണ്, ഈ പെറ്റൽ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഓരോന്ന് എടുത്ത് താത്തണതിന് പകരം ഞാൻ ഈ ഒരു സൈഡിൽ ഫുള്ളും ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളെടുത്തു. ഇതിൻ്റെ അകത്ത് നമ്മൾ കുറച്ചധികം ബീഡ്സ് ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് നോക്കണം എന്തോരം ലെങ്ത്ത് വരുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് ഇതിൻ്റെ അകത്തോട്ട് കയറ്റുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പെറ്റലിൻ്റെ ഈ ഒരു സൈഡ് കവർ ചെയ്യാനുള്ള ബീഡ്സ് അല്ലെങ്കിൽ ട്യൂബ്സ് എടുത്ത് ഇതിൻ്റെ അകത്ത് കോർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഇങ്ങനെ നമ്മൾ വെച്ച് നോക്കുക, ഇത് ലെങ്ത്ത് കറക്റ്റാണോ എന്ന്. അപ്പം ലെങ്ത്ത് കറക്റ്റായി വന്നിട്ടുണ്ട്. ഒരു പൊടി കുറവ് എടുത്തേച്ചാൽ മതി. ഇപ്പം കുറച്ച് ലെങ്ത്ത് കുറഞ്ഞാലും കുഴപ്പമില്ല ഈ ബീഡ്സിൻ്റെ. എന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഫുള്ളും തയ്ക്കുമ്പം ഇത് കുറച്ച് കയറി മുന്നോട്ട് വരും. അപ്പോൾ ഇത്തിരി കുറവ് എടുത്തേച്ചാൽ മതി, കൂടുതൽ എടുക്കേണ്ട ഒരിക്കലും. കുറവ് എടുക്കുക. അപ്പോൾ നമ്മുടെ പെറ്റലിൻ്റെ ആ ലെങ്ത്തിൽ നമ്മൾ താത്തുകയാണ്. താത്തുമ്പോൾ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഷേപ്പിലാക്കി വെക്കണം ഓരോന്നിൻ്റെ ഇടയിൽ. അപ്പോൾ ഇത് ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നതല്ല, ടൈം കൺസ്യൂമിങ് ആണ്. ഒരു ഫ്ലവർ തന്നെ തയ്ക്കാൻ ഏകദേശം നല്ല സമയം തന്നെ എടുക്കും. അപ്പോൾ അത് സൂക്ഷിച്ച് വേണം. ഇത് ബീഡ്സൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് ഇച്ചിരി സൂക്ഷിച്ച് തന്നെ വേണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഷേപ്പിൽ വെച്ചിട്ട് ഇത് സാരിയുടെ അവിടെ നിന്ന് എടുത്തിട്ട് ഉള്ളിലുള്ള ആപ്ലിക്യൂ വർക്കിലാണ് നമ്മൾ താത്തുന്നത്. അപ്പം ഈ ആപ്ലിക്യൂ വർക്ക് ഓൾറെഡി നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട്. എന്നാലും ഒന്നോടെയും ഒരു ഉറപ്പിന് ഒരിക്കലും അത് വാഷ് ചെയ്താലും യൂസ് ചെയ്താലും എന്തൊക്കെ ചെയ്താലും അത് പൊളിഞ്ഞു പോരത്തില്ല. ഈ നമ്മുടെ യെല്ലോ കളർ ഓർഗൻസ മെറ്റീരിയൽ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ പുറത്തുനിന്ന് ഉള്ളിലോട്ട് നമ്മൾ താത്താണ്. അപ്പോൾ ഉറപ്പിച്ച് വെക്കുകയാണ്. ഇതുപോലെ എല്ലാ ബീഡ്സ്, എത്ര ബീഡ്സ് അല്ലെങ്കിൽ എത്ര ട്യൂബ്സ് നമ്മൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇതുപോലെ ഉടക്കി വയ്ക്കുക. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ഒരിക്കലും ഒരെണ്ണം പൊട്ടിയെന്ന് പറഞ്ഞിട്ട് എല്ലാം പൊട്ടി പോരുകയില്ല. ഇങ്ങനെ ഉറപ്പിച്ച് വെക്കുന്ന കാരണം അതിന് ഉറപ്പുള്ളത് കൊണ്ട് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെയും സ്റ്റിച്ചസ് വരുന്നുണ്ടല്ലോ, ഊരിപ്പോരത്തില്ല അങ്ങനെ. അപ്പോൾ ഇതുപോലെ ഷേപ്പിൽ തന്നെ വെച്ച് ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കണം. അതിനാണ് പെറ്റൽസിൻ്റെ ഉള്ളിൽ കൂടെ വരയ്ക്കാൻ പറഞ്ഞത്. ഉള്ളിൽ കൂടെ വരച്ചിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ നമുക്ക് അറിയത്തില്ലല്ലോ പെറ്റൽസ് ഏത് വഴിയാണ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ വരച്ചിരിക്കുന്ന കാരണം നമുക്ക് അറിയാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്ന് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ വരും. ഇത് വെച്ച് വരുമ്പോൾ ഇപ്പോൾ ഇത് കൂടുതലായിട്ട് മടങ്ങിയിരിക്കുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ വയ്ക്കുമ്പം ഒരു ഇത്തിരി കുറവ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഇതിങ്ങനെ വെക്കണം. ഇതിങ്ങനെ വെച്ചിട്ടുള്ളത് ഞാൻ വേറൊരു നേരത്തെ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഇത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ചെയ്തിരിക്കുന്ന സാരിയുടെ. ഇത് സാരി ഫോൾ ഉണ്ട് അടിയിൽ. അത് കഴിഞ്ഞിട്ടാണ് മേളിലോട്ടാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മാർക്സ് കാണാം ഇവിടെ അതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ ആദ്യം എനിക്കും അറിയില്ലായിരുന്നു ഈ ഒരു ഗം തേച്ച് ഇങ്ങനെ ഒരു എഫക്റ്റ് വരും എന്നുള്ളത്. എനിക്കും ആദ്യം അറിയില്ല എന്നല്ല, അറിയാം, പക്ഷെ അങ്ങനെ ഓർത്തില്ല. ഈ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് പുറത്തോട്ട് ഇത്രയും പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ ഓർത്തില്ല എന്ന് പറയാം. അപ്പോൾ അത് ചെയ്തിട്ട് ഇങ്ങനെയായിരിക്കും വരുന്ന ഫ്ലവേഴ്സ്. ഇതിൻ്റെ അകത്ത് വീഡിയോയിൽ കാണുന്ന കളറും ഈ നേരിട്ട് കാണുന്ന കളറും വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ 3 ഫ്ലവേഴ്സാണ് കാലിൻ്റെ അവിടെ വരുന്നത്. റൈറ്റ് ലെഗ് ബോട്ടം പോർഷനാണ്. ഇതുപോലെ സ്റ്റെമ്മും ലീഫും എല്ലാം നമ്മൾ ഷാഡോ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയുള്ള ബ്രാഞ്ചസ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെയാണ് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ഒരു പാർട്ടി വെയർ അല്ലെങ്കിൽ നൈറ്റ് വെയറിനൊക്കെ, പാർട്ടിക്കൊക്കെ രാത്രി ഉടുത്തുകൊണ്ട് പോയാൽ ഈ ട്യൂബ്സ് എല്ലാം അത്യാവശ്യം തിളക്കത്തിലും നല്ല ആക്സസറീസൊക്കെ ഇട്ടാൽ നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഓർഗൻസിൽ ചെയ്യാം. ഇത് വലിയ മോട്ടീവ്സാണ്. മുന്താണി ഫുള്ളും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ആണ് ഫൈനൽ പ്രൊഡക്റ്റ്. ഇതുവരെ ആയിരിക്കും കാണുന്നത്. ഈ മാർക്സ് ഒന്നും ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മളിപ്പോൾ ചെയ്തത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞല്ലോ അറിയാണ്ട്. അപ്പോൾ നിങ്ങൾ ഗം ചെയ്യുമ്പം യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇത്. എപ്പോഴും ഗം തീരെ ലൈറ്റായിട്ട്
ബോർഡറിൽ കൂടെ മാത്രം ചെയ്യുക, എന്നിട്ട് ട്യൂബ്സ് വെക്കുക. അതാണ് പറയാനുള്ളത്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ടിപ്സ്. എല്ലാവർക്കും മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അണ്ടിൽ ദെൻ ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി മേരി ക്രിസ്മസ്.